Assalamualaikum. Hi all. Welcome back to Maymun's Kitchen. ഹായ് ഓൾ. അപ്പം റമലാൻ ഡേ 3 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വലിയ വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ, ഒരു നോർമൽ നോമ്പ് തുറ തന്നെയാണ്. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞാനൊരു ചായക്കടയാണ് ഉണ്ടാക്കിയത്. കിളിക്കൂട് ബേർഡ് നെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലെഗ് പൊട്ടാറ്റോ കബാബ് എന്ന് പറയാം. പിന്നെ നാസ്തക്ക് വേണ്ടിയിട്ട് ചില്ലി ബീഫാണ് ആക്കിയത്. പൊറോട്ടയും ചോറുമാണ്. പിന്നെ നോമ്പ് തുറക്ക് കൂൾ ഡ്രിങ്ക് ആയിട്ട് പുതിന സോഡയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചില്ലി ബീഫിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ചില്ലി ബീഫ് ബോൺലെസ് ആയിട്ടുള്ള പീസസ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാനിപ്പം കുറച്ച് ബീഫ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കൊട്ടും കൂടെ എടുത്തിട്ടുണ്ട്, കാരണം ഇത് ഇളം ഇറച്ചിയാണ്. മൂത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കൊട്ടെടുത്തതാണ്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നന്നായി ക്ലീൻ ആക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിനടുത്ത് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫ് ആയതുകൊണ്ട് കുറച്ച് ഇഞ്ചി എന്തായാലും ഈ ബീഫ് വേവുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ബീഫ് ഒന്ന് വേവാനായിട്ട് വെക്കാം. ബീഫിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ബീഫ് വേവുന്ന സമയം നമുക്ക് ഗ്രേവിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. ഞാനിപ്പം 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുന്നതാണ് നല്ലത്. അപ്പം ഒരു 5-6 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും എടുക്കാം, കാരണം നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തതാണല്ലോ, അപ്പം അത്രയും മതിയാവും. എന്നിട്ടെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സവാളയും ക്യാപ്സിക്കവും കുറച്ച് വലിയ സൈസായിട്ട് കട്ട് ചെയ്യാം. ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇപ്പം നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ആക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇളം ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് വേണം. ഒരു 4-5 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിടാം. അപ്പം ചില്ലി ബീഫിന് വേണ്ടിയിട്ട് ഗ്രേവിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാനിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് കിളിക്കൂടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കിളിക്കൂടിന് വേണ്ടി കാടമുട്ടയാണ് എടുത്തത്. അപ്പം ഇത് ഞാൻ വേവിച്ചെടുത്തതാണ്. ഇനി ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. അപ്പം തൊലി കളഞ്ഞെടുക്കുമ്പം ഒന്ന് കേടായിട്ടത് കളയേണ്ടി വന്നു. നമുക്കതിന് പകരം എന്ത് ചെയ്യാം, ഒരു കോഴിമുട്ട വെച്ചിട്ട് കിളിക്കൂട് ഉണ്ടാക്കാം. അപ്പം മുട്ട ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിക്കണം. അപ്പം 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി വഴറ്റിയിട്ടാണ് ഞാൻ കബാബിൻ്റെ മിക്സ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും കുറച്ച് പച്ചമുളകും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഞാനിപ്പോൾ വേവാനായി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം വറ്റിക്കുകയൊന്നും ചെയ്യേണ്ട. ലാസ്റ്റ് കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സവാളയും ക്യാപ്സിക്കവും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പം ഓയിൽ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പം ഇത് നന്നായിട്ടങ്ങ് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ചില്ലി ബീഫ് ഞാൻ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില്ലി ബീഫും പൊറോട്ടയും ഭയങ്കര ടേസ്റ്റ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പൊറോട്ട ഉള്ളത് കൊണ്ട് ഞാനിപ്പം ചില്ലി ബീഫ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിൽ ഈ എല്ലും കൊട്ടും ഒന്നും ഉണ്ടാവില്ല. വെറും ആ തനിയായിട്ടുള്ള ബീഫ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പം കുറച്ച് കൊട്ടുകൂടെ ഇട്ടതാണ്. ഒരു കൊട്ടിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം സവാള ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ സെയിം പാത്രത്തിൽ തന്നെ എണ്ണയൊന്നും ഒഴിക്കണമെന്നില്ല. കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ആ സവാളയുടെ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയാൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം പാത്രത്തിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ടിട്ടൊന്ന്
സോട്ട് ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫെല്ലാം ഇട്ടിട്ട് 4-5 മിനിറ്റ് ഒന്ന് അങ്ങ് മിക്സാക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബീഫ് ഇപ്പം ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കാശ്മീരി റെഡ് ചില്ലിയാണ്, അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല, കളറേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 3 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ് കേട്ടോ. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ, എല്ലാവരും കാണണേ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ബീഫിലേക്കും കൂടെ എല്ലാം ഇട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മുളക് പൊടിയും ടൊമാറ്റോ സോസും എല്ലാം ബീഫിൽ നന്നായിട്ടങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇപ്പം ചേർത്തിട്ടുണ്ട്. ബീഫ് വേവിക്കുമ്പോഴും നമ്മൾ 1.5-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. സോസിലൊക്കെ കിടന്നിട്ട് ഈ ഒരു ബീഫിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായി മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ സോട്ട് ചെയ്തിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബീഫിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കോൺഫ്ലവർ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ ബീഫ് വേവിച്ചപ്പം കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ, അതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി ഈ ബീഫിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെവലിൽ മതി എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് നല്ലൊരു ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം. അപ്പം ആ കോൺഫ്ലവർ ഒഴിച്ചത് അതുപോലെ വെള്ളത്തിൻ്റെയും ആ ഒരു ഇതൊക്കെ ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില അതുപോലെ സ്പ്രിംഗ് ഓണിയൻ എന്നിവ വിതറി അലങ്കരിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് ഇവിടെ റെഡിയായി. ഇപ്പം സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി കിളിക്കൂട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ച അതേ കുക്കറിൽ തന്നെ ഞാനൊരു 2-3 എല്ലില്ലാത്ത പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പും മുളകും ഒന്നും ചേർക്കണ്ട, കാരണം ആ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പും മുളകും ഒക്കെ ഉണ്ട്. അപ്പം ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി നുറുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതാണെങ്കിൽ പെട്ടെന്നങ്ങ് ഉടഞ്ഞു കിട്ടും. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാളയും ഒക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം മല്ലിയിലയും വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ചിക്കൻ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കിളിക്കൂട് ഉണ്ടാക്കാം. അപ്പം കാടമുട്ടയുടെ കൂടെ ഞാനൊരു 2-3 കോഴിമുട്ടയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ ചിക്കൻ മിക്സ് ഇവിടെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു മിക്സിലാണ് ഞാനിപ്പം മുക്കിയെടുക്കുന്നത്. എന്നിട്ട് സേമിയയിലേക്ക് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. കോൺഫ്ലവർ മിക്സിന് പകരം ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോൾ എടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കാടമുട്ട വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ബോളാക്കി വെക്കാം. അപ്പം ഞാനിപ്പം കോഴിമുട്ട മുഴുവനായും എടുക്കുന്നില്ല, 1-നെ 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അതാവുമ്പം എല്ലാം ഒരേ സൈസിൽ, കാടമുട്ടയുടെ ആ ഒരു സൈസിൽ തന്നെ കിട്ടുമല്ലോ. അല്ലാതെ ഒരു മുഴുവൻ കോഴിമുട്ട വെക്കുകയാണെങ്കിൽ വലിയ സൈസായി പോവും. അപ്പം ഞാനിപ്പം ഒരു മുട്ടയെ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ
ഒരു ബോൾ എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായി ഒന്നങ്ങ് പരത്തിയെടുത്തിട്ട് അതിലേക്കൊരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി ബോളാക്കി എടുക്കാം. അപ്പം 2-3 ഞാനിപ്പം ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി 2-3 ഞാനിപ്പം റൗണ്ടായിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം സമയം ഏകദേശം 6 മണി ആവാറായിട്ടുണ്ട്. ഞാനിപ്പം പുതിന സോഡക്ക് വേണ്ടിയിട്ട് പുതിന ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു മിക്സി ജാറിലേക്ക് കുറച്ച് ഐസ് കട്ടയും വെള്ളവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഈ പുതിന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് കുറച്ച് പുതിന അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പിടി പുതിന അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുക്കാം. പഞ്ചസാരയും ഐസ് കട്ടയും നന്നായിട്ടൊന്നങ്ങ് അടിച്ച് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് പുതിന ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പുതിന ഒരുപാടങ്ങ് അടിഞ്ഞു പോയിട്ടൊരു കയ്പ്പടിക്കും. പുതിനയുടെ ആ ഒരു ശരിയായ ഫ്ലേവർ കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പം പുതിന നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ജാറിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അത് നോമ്പ് തുറക്കുന്ന ഒരു 2-3 മിനിറ്റ് മുമ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 1/4 മണിക്കൂറും കൂടിയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കിളിക്കൂട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം ഓരോ ബോൾ എടുത്തിട്ട് ഈ ഒരു കോൺഫ്ലോർ മിക്സിലേക്ക് മുക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുക്കിയ ശേഷം സേമിയയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാം ഓൾറെഡി വെന്ത് വന്നിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ. എന്നാലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം അതിനോടൊപ്പം ഞാൻ 2 കിളികളെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാനിപ്പം പുതിന മിക്സിലേക്ക് ഒരു മുറി നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിക്കുകയാണ്. കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് സോഡ ഒഴിച്ച് കൊടുക്കുകയാണ്. പ്ലെയിൻ സോഡയാണ്, ഏതെങ്കിലും പ്ലെയിൻ സോഡ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കിയ സോഡ തന്നെയാണ്. എന്നിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, സോഡ ഒഴിക്കുമ്പം നൊരയൊക്കെ അങ്ങ് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ പുതിന സോഡയും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നോമ്പ് തുറക്കാനെല്ലാം സെർവ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും പാലും ഇട്ടൊന്ന് മിക്സാക്കുകയാണ്. കുറച്ച് ബിസ്ക്കറ്റിലേക്ക് പഞ്ചസാരയും നല്ല ചൂടുള്ള പാലും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണിത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമല്ലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങളും മറക്കരുത്. ഇന്ന് 4ാം ദിവസത്തെ നോമ്പ് തുറ. നാളെ ഉച്ചയോട് കൂടിയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ്. താങ്ക് യു.